الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في قرآنه الكريم بسم الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അംഗീകരിച്ച് അങ്ങേയറ്റം തെക്കുവയോടെ ഭയഭക്തിയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഇന്നലെ ബലിപെരുന്നാൾ ആഘോഷിച്ചതിന് ശേഷം ഇന്ന് നാം വീണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗപൂർണമായ ചരിത്ര സ്മരണകൾ ഓർത്തുകൊണ്ട് ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന മാനവികതയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും പള്ളിയിൽ എത്തിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കിയ ആ ത്യാഗോജ്ജലമായ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തബി മില്ലത ഇബ്രാഹിമ ഹനീഫ, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പോലും കൽപ്പിച്ചിരിക്കുന്നത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മില്ലത്ത്, ആ മാർഗം പിൻപറ്റണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ചരിത്രം മനസ്സിലാക്കിയ നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവിത സന്ദേശം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ആ മില്ലത്തനുസരിച്ചുകൊണ്ട് ഒരു ആദർശ കുടുംബം എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലും നടപ്പാക്കാൻ നമ്മൾ സന്നദ്ധമാകണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പുതിയ ഒരു അധ്യയന വർഷത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ പേരക്കുട്ടികൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ ഓരോ വീടുകളിലും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പലരും. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുമ്പോൾ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുവാൻ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സമൂഹവും സർക്കാരും എല്ലാം അതിനു വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ട, ഇന്നത്തെ സമകാലിക ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രം പരിമിതമായ സമയത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇസ്ലാം വിജ്ഞാനത്തിന് നൽകിയിരിക്കുന്ന പ്രാധാന്യം മഹത്തരമാണ്. ആദ്യമായി അവതീർണമായിരിക്കുന്ന വിശുദ്ധ ഖുർആൻ വചനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ആദ്യത്തെ കൽപ്പന തന്നെ ഇഖ്റ, നീ വായിക്കുക എന്നതാണ്. നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചില്ല. ആ വായനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ തുടർന്നുകൊണ്ടുള്ള ആയത്തുകളിൽ അള്ളാഹു അവിടെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞത്
വെറുതെ വായിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അവൻ മനുഷ്യനെ മാതാവിൻ്റെ ഗർഭാശയത്തിനകത്ത് ഒട്ടിപ്പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ഭ്രൂണാവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ വായനയും പഠനവും ചിന്തയും അന്വേഷണവും ആരംഭിക്കേണ്ടത് യഥാർത്ഥത്തിൽ സ്വന്തത്തെക്കുറിച്ചുള്ള, തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലൂടെ ആയിരിക്കണം എന്നും അതിലൂടെ തന്നെ നമുക്ക് സർവശക്തനായ പടച്ചതമ്പുരാനെ കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിക്കും എന്ന് ബോധ്യപ്പെടുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഇഖ്റ, നീ വായിക്കുക. വറബ്ബുക്കൽ അക്രം, നിന്റെ റബ്ബ് അത്യുദാരനാകുന്നു എന്നാണ് ഖുർആൻ തുടർന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അള്ളാഹു ഏറെ ഔദാര്യം കാണിച്ചിരിക്കുന്നു. എന്നിട്ട് അവിടെ പറഞ്ഞു, അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വിജ്ഞാനം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് പേന. പേനയുടെ രൂപത്തിലും സ്വഭാവത്തിലും കാലങ്ങൾക്കനുസരിച്ച് കൊണ്ട് രൂപഭേദങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാകാം. പ്രവാചകൻ്റെ കാലഘട്ടത്തിലുള്ള പേനയല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ രേഖപ്പെടുത്തി വെക്കാൻ പേന മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറ്റൊട്ടനവധി സാങ്കേതിക വിദ്യകളുണ്ട്. അപ്പോൾ ആ ഭൗതികമായിരിക്കുന്ന ഒരു പേന എന്നതിലപ്പുറം മനുഷ്യന് അള്ളാഹു നൽകിയിരിക്കുന്ന അവൻ്റെ ഔദാര്യമായി വലിയൊരു അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നത്, നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വിജ്ഞാനം നമുക്ക് രേഖപ്പെടുത്തി വെക്കാൻ സാധിക്കും. അഥവാ ആ വിജ്ഞാനം രേഖപ്പെടുത്തി വെക്കുന്നതിലൂടെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യാൻ സാധിക്കും എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് വലിയൊരു കഴിവാണ്, വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹു മനുഷ്യർക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹം മനസ്സിലാക്കുന്ന കാര്യങ്ങളെ അത് രേഖപ്പെടുത്തി വെക്കപ്പെടുന്നതിലൂടെ തലമുറകളിലൂടെ കൈമാറി ആ വിജ്ഞാന ശാഖയെ നമുക്ക് വളർത്തിയെടുക്കുവാനും അതിനെ വികസിപ്പിക്കുവാനും അത് വേണ്ട രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിലാണ് രേഖപ്പെടുത്തുവാനുള്ള സവിശേഷത കൂടി മനുഷ്യൻ നൽകിയിരിക്കും. അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം, അവന് അറിഞ്ഞുകൂടാത്തത് പഠിപ്പിച്ചിരിക്കുന്നു എന്ന് അവിടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന രണ്ട് മഹത്തായ അനുഗ്രഹങ്ങളാണ്, ഒന്ന് വായനയും മറ്റൊന്ന് എഴുത്തും. അത് യഥാർത്ഥത്തിൽ അറിവ് നേടുന്നതിൻ്റെ അടിസ്ഥാന ഘടകമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് അടിസ്ഥാനപരമായി കണ്ടെത്താനുള്ളത് നമ്മുടെ അന്വേഷണത്തിലൂടെ, പഠനത്തിലൂടെ, ചിന്തയിലൂടെ സർവശക്തനായ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ, നിന്റെ റബ്ബിനെ കണ്ടറിയാൻ, അവനെ ബോധ്യപ്പെടാൻ നിനക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഓരോ സന്ദർഭങ്ങളിലും ഖുർആൻ നമ്മളോട് ആലോചിക്കാൻ വേണ്ടി പറയുന്നത് ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാനാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഹത്. നോക്കൂ, നിങ്ങൾ ആകാശങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്? ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മൾ ആലോചിച്ച് നോക്കൂ. ജീവശാസ്ത്രവും ഭൂമിശാസ്ത്രവും വാനശാസ്ത്രവും ഗോളശാസ്ത്രവും ഒക്കെ പഠിക്കാനും അറിയാനുമാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി, തീർച്ചയായും ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിൽ വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട്. ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ, നിന്നും ഇരുന്നും കിടന്നുമൊക്കെ ആലോചിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ ധാരാളം ആയത്തുകൾ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ബുദ്ധി കൊടുക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മെ ഉണർത്തുന്നതായും കാണാൻ സാധിക്കും. അതുകൊണ്ട് അറിവ് നേടുക എന്നുള്ളത്, അതിൻ്റെ മഹത്വം, ശ്രേഷ്ഠത, ആ അറിവ് നേടുന്നത് കേവലം കുറച്ച് വിജ്ഞാനങ്ങൾ ശേഖരിച്ചു വെക്കുക മാത്രമല്ല, അതിലൂടെ മനുഷ്യൻ ചിന്തിക്കുകയും ബുദ്ധി കൊടുത്ത് ആലോചിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെ ബോധ്യപ്പെടുകയും അവനെ മാത്രം ആരാധിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നിടത്തേക്ക് അവനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള മഹത്തായ ഒരു ലക്ഷ്യം കൂടി പഠനത്തിൻ്റെതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമുക്ക് വിശദീകരിച്ചിരിക്കുകയുണ്ടായി, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഒരാൾ വിജ്ഞാനം നേടുന്നതിന് വേണ്ടി, ആ വിജ്ഞാനം സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ
അതിലൂടെ യഥാർത്ഥത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അവൻ എളുപ്പമാക്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. സാധാരണ എല്ലാവരും പഠിക്കുന്നത് പോലെ പഠിക്കാനല്ല, എല്ലാവരും അറിയുന്നത് പോലെ അറിയാനല്ല, എല്ലാവരും വിജ്ഞാനം കരസ്ഥമാക്കുന്നത് പോലെ കരസ്ഥമാക്കാനല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയെടുക്കുവാനും അതിലൂടെ നാളെ പരലോകത്ത് സ്വർഗപ്രവേശം സ്വന്തമാക്കാനും സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ വിജ്ഞാന മേഖലകളെ, അറിവിൻ്റെ തലങ്ങളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഒന്നുകൂടി വ്യക്തമാക്കി, യർഫഉല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ വിശ്വസിക്കുകയും അറിവ് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്ന ആളുകളെ അള്ളാഹു പദവികൾ ഉയർത്തിയിരിക്കുന്നു. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അവൻ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. നോക്കൂ, നമ്മൾ ഇവിടെ ഖുർആൻ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വാസം ഉൾക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നാണ്. അതുപോലെ നിങ്ങൾക്ക് അറിവ് നൽകപ്പെട്ട ആളുകളാണ്. അപ്പോൾ വിശ്വാസവും അറിവും ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന നേട്ടമാണ് നമുക്ക് വലിയ പദവികൾ ഉയർത്തപ്പെടുകയും സ്ഥാനങ്ങൾ നൽകപ്പെടുകയും ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ആദരിക്കപ്പെടുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആ നിലയ്ക്ക് അറിവിൻ്റെ മേഖലകളെ വളർത്തിയെടുക്കുവാൻ ക്രിയാത്മകമായി ഫലപ്രദമായി അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും പരലോകത്തെ ബോധ്യപ്പെടുത്തുവാനും നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സൂക്ഷ്മമായി മനസ്സിലാക്കുന്നവനാണ് എന്ന് തിരിച്ചറിയുവാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിൽ വിജ്ഞാന ശാഖകളെ അറിവ് നേടുന്ന ആ ഒരു മാർഗം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് എന്ന് വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കൂ, അറിവ് എന്ന് പറയുമ്പോൾ ഭൗതികമായ അറിവ്, മതപരമായ അറിവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു വേർതിരിവുണ്ടോ ഇല്ല എന്നതല്ല വിഷയം. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആദം നബി അലൈഹി സ്വലാമിനെ ആദ്യമായി സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമുഖത്തേക്ക് അയക്കുന്നതിന് മുമ്പ് മലക്കുകളുമായി നടന്ന ഒരു സംഭാഷണം ഖുർആൻ രേഖപ്പെടുത്തുന്ന ആ സന്ദർഭത്തിൽ അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിന് നാം എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ നാമങ്ങൾ, ആ വസ്തുക്കളെ കുറിച്ച് പറയാൻ മലക്കുകൾക്ക് സാധിച്ചതുമില്ല. മലക്കുകളോട് ആദമിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച ചരിത്ര സംഭവം നമുക്കറിയാം. ഞാനത് വിശദീകരിക്കുകയല്ല. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ അല്ലമ ആദമൽ അസ്മാഅ, അള്ളാഹു എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു എന്നുള്ളത് വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യന് അറിവ് നേടാൻ, വിജ്ഞാനം കൈവരിക്കാൻ, അവന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, വസ്തുക്കളെക്കുറിച്ചും വസ്തുതകളെക്കുറിച്ചും പഠിക്കാൻ, അതിൻ്റെ പേരും പൊരുളും കണ്ടെത്താൻ സാധിക്കുന്ന ആ വലിയ ഒരു വിജ്ഞാനത്തിൻ്റെ കവാടങ്ങൾ മാനവതയുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെടുന്നു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ പിന്നീട് ആദം അലൈഹി സ്വലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി നിയോഗിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു പറഞ്ഞത്, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിനക്ക് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങളുണ്ട്, വായുവുണ്ട്, വെള്ളമുണ്ട്, മറ്റ് വിഭവങ്ങളുണ്ട്, നിന്നോടൊപ്പം നിന്റെ ഇണയുണ്ട്, വംശം നിലനിർത്തുവാൻ. പക്ഷെ അതൊന്നുകൊണ്ട് മാത്രം നീ മനുഷ്യരാവുന്നില്ല. യഥാർത്ഥ മനുഷ്യനായി തീരണമെങ്കിൽ എന്തു വേണം? നിനക്ക് നമ്മിൽ നിന്ന് ഹുദ ലഭിക്കും. ആ മാർഗദർശനം നീ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചാൽ നീ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ എല്ലാ അറിവും കണ്ടെത്താനുള്ള ആ വിജ്ഞാനം നേടിയെടുക്കുവാനുള്ള കഴിവ് ജന്മസിദ്ധമായി തന്നെ മനുഷ്യന് നൽകപ്പെടുന്നു. അതിനു പുറമെ പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും അള്ളാഹു മാനവ സമൂഹത്തിന് വെളിച്ചം നൽകുന്നു, ആ ഹുദ നൽകുന്നു, ആ ഹിദായത്ത് നൽകുന്നു. അത് പിൻപറ്റിയാൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നാണ് വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കണം. ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. അതിലൂടെ നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ എന്തെല്ലാം നിലക്ക് നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുമോ അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നൊരു ഹുദയുണ്ട്, ആ സന്മാർഗബോധമുണ്ട്. അത് പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ മാനവ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടതാണ്. അത് മനസ്സിലാക്കുകയും പഠിക്കുകയും അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അനശ്വരമായ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ഇത് ആമുഖമായി നമ്മൾ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ പരിശോധിച്ചു നോക്കൂ, നമ്മുടെ കലാലയങ്ങൾ തുറക്കുന്ന ഈ സന്ദർഭം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കുട്ടികൾ പരീക്ഷ എഴുതുന്ന SSLC +2 പരീക്ഷയാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ടുകൾ വന്നു. ഇവിടെ യഥാർത്ഥത്തിൽ അത്തരം റിസൾട്ടുകൾ വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപരിപഠനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. ഇനി എന്തു വേണം, എങ്ങനെ പോകണം, അതിനൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ മനസ്സിലാക്കുവാൻ കരിയർ ഗൈഡൻസുകളായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്.
സെമിനാറുകളുണ്ട്, വെബിനാറുകളുണ്ട്, ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്, മറ്റുള്ള ക്ലാസ്സുകളുണ്ട്. അതിലൂടെയൊക്കെ കണ്ടെത്തി. പക്ഷെ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, രക്ഷിതാക്കൾ കുട്ടികളുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു നിലക്കുള്ള വിദ്യാഭ്യാസ രീതി, അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം, അല്ലെങ്കിൽ ഇന്നത് കോഴ്സിന് ചേരണം എന്ന് അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ശരിയല്ല. മറിച്ച് കുട്ടികളുടെ കഴിവ് മനസ്സിലാക്കണം, അവൻ്റെ താല്പര്യം അറിയണം, അവൻ്റെ അഭിരുചി തിരിച്ചറിയണം. എന്നിട്ട് അവനുമായി കൂടി ആലോചിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കുവാൻ. നമ്മൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ നമുക്ക് ശ്രദ്ധേയമായ ഒരു പാഠം കാണാൻ സാധിക്കും. എന്താണ് അവിടെ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മകനെ ബലിയർപ്പിക്കണം എന്നുള്ളത്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കിയ നമുക്കൊരു സംശയമില്ല. അള്ളാഹ് പറഞ്ഞാൽ അപ്പടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടപ്പാക്കും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എങ്ങനെയാണ് നടപ്പാക്കിയത് എന്ന് ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ്? നേരെ കൊണ്ടുപോയി ബലിയർക്കാൻ കൊണ്ടുപോയതല്ല. മറിച്ച് മകനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. മോനെ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നിന്നെ ബലിയർപ്പിക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താ നിന്റെ അഭിപ്രായം? നോക്കൂ, നമ്മൾ ആരായി ചോദിക്കുന്നത്? ആരോടാണ് ഈ ചോദിക്കുന്നത്? നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹു കൽപ്പിച്ചാൽ പിന്നെ മോൻ്റെ സമ്മതം ആവശ്യമില്ല, അത് നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും എന്നുറപ്പാണ്. പക്ഷേ അവിടെ മകനെ വിളിച്ചുകൊണ്ട് മകനോട് പറയുന്നു, മോനെ, ഇന്നതാണ് കാര്യം, അള്ളാഹു നിന്നെ ബലിയർപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു, ഫൻദുർ മാദാ തറ, നിന്റെ അഭിപ്രായം എന്താ? ആ ചോദ്യത്തോടു കൂടി കുട്ടിയിൽ വന്ന മാറ്റം നോക്കൂ നമ്മൾ. യാ അബതി ഫൽ മാ തുഅമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. എൻ്റെ വന്യനായ ഉപ്പ, അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിച്ചു കൊള്ളുക, അങ്ങേയറ്റം ക്ഷമാലുക്കളുടെ കൂടെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിനയാന്വിതമായി പുഞ്ചിരിച്ച് ചെരിഞ്ഞു കിടന്നു കൊടുക്കുന്ന മകനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ ചരിത്ര സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന മകനോട് നടപ്പാക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും മകനോട് ആ കാര്യങ്ങൾ സംസാരിക്കുകയും അവനെ ബോധ്യപ്പെടുത്തുകയും അവൻ വളരെയധികം ആ ചോദ്യത്തോടു കൂടി തന്നെ മകനിൽ മാറ്റമുണ്ടാവുകയും ചെയ്തു. അപ്പോൾ നമ്മളോ? ഭൗതികമായ കാര്യങ്ങളിൽ പോലും നമ്മുടെ സമീപനം എന്താണ്? നമ്മൾ തീരുമാനിക്കുകയാണ്, എൻ്റെ മകൻ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, IAS കാരനാകണം, IPS കാരനാകണം, അല്ലെങ്കിൽ മറ്റു വല്ലതുമാകണം എന്ന്. എന്നിട്ടോ അതിന് താല്പര്യമില്ലാത്ത, ആ നിലക്കുള്ള അഭിരുചികളില്ലാത്ത, അതിന് കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത മക്കളെ നിർബന്ധപൂർവം നമ്മൾ പല കോഴ്സുകൾക്കും ചേർക്കുകയും നമ്മുടെ പണത്തിൻ്റെ ഹുങ്കുകൊണ്ട് നമ്മൾ ഫീസ് അടച്ചുകൊണ്ട് അവനെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. ആ സമീപനം ശരിയല്ല. മറിച്ച് അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, അവരെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക, അതിലൂടെ കൂലി ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ വിചാരിക്കാത്ത മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെയും ജീവിതത്തിലെ സുപ്രധാനമായ ഒരു സംഭവം പോലും നമുക്ക് നൽകുന്ന പാഠം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുക, ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടമല്ല. അവിടെ യഥാർത്ഥത്തിൽ ഒരു വിദ്യാലയത്തിന് മഹത്തായ ദൗത്യം നിർവഹിക്കാനുണ്ട്. നമ്മുടെ നാളെ ഇവിടെ ഭാവി വാഗ്ദാനമായിരിക്കുന്ന നമ്മുടെ തലമുറയെ എങ്ങനെ വാർത്തെടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്. സർവ്വതോന്മുഖമായ വികാസം ഉണ്ടാകണം എന്നതാണ്. കേവലം കുറേ അറിവ് പകർന്നു കൊടുക്കുക, കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു വെക്കുന്നത് പോലെ മനുഷ്യ മനസ്സുകളിലേക്ക് കുറേ ജ്ഞാനം കുത്തിവെക്കുക എന്നതല്ല. മറിച്ച് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യനാക്കാൻ, അവനെ സംസ്കാര സമ്പന്നനാക്കാൻ, അവനെ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റാൻ, മാനുഷികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവനാക്കി മാറ്റാൻ അറിവ് കൊണ്ട് സാധിക്കണം എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥമായ ലക്ഷ്യം. അപ്പോൾ കലാലയങ്ങൾക്ക് ഇവിടെ നിർവഹിക്കുവാനുള്ളത് അത് കെട്ടിടം എന്നതിലപ്പുറം മഹത്തായ ഒരു ദൗത്യമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അധ്യാപകരുടെ ഡ്യൂട്ടി എന്താണ്? അവർ കേവലം ശമ്പളക്കാരല്ല, സാധാരണ ജോലിക്കാരല്ല, മറിച്ച് നാളെ വരുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തിയെടുക്കേണ്ട, ഈ രാജ്യത്തിന് ആവശ്യമായിരിക്കുന്ന ഉത്തമമായ പൗരന്മാരെ വാർത്തെടുക്കേണ്ട ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ മാർഗദർശകന്മാരും മാതൃകാ വ്യക്തിത്വങ്ങളുമാണ് എന്ന് അധ്യാപകർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഉത്തരവാദിത്വമുണ്ട്. സ്ഥാപനത്തിനുണ്ട്, അധ്യാപകർക്കുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കണം, നാളത്തെ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളാവേണ്ടവർ, ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകേണ്ടവർ, ഈ നാട്ടിലെ ലോകത്തെ ഏറ്റവും നല്ല മാനവ വിഭവശേഷിയാണ്, നാളേക്കുള്ള മാനവ വിഭവശേഷിയാണ് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ കുട്ടിയും ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയായിരിക്കണം പഠന രംഗത്തേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും നമുക്ക് ആ രൂപത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. ഇനി രക്ഷിതാക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം
വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് കുറെ പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക, അവരുടെ ഫീസ് അടയ്ക്കുക, അവർക്ക് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുക, ഇതോടുകൂടി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നവരാണ്. അങ്ങനെയല്ല, മറിച്ച് അതിൻ്റെ ഫോളോ അപ്പാണ് ഏറ്റവും പ്രാധാന്യം. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെ ഏതെങ്കിലും ഒരു കലാലയത്തിൽ കൊണ്ടുപോയി ചേർത്ത് അവിടെ കോഴ്സിൽ പഠിക്കാൻ വേണ്ടിയാക്കി വർഷങ്ങൾ കഴിഞ്ഞ് കോഴ്സ് പൂർത്തിയാക്കി ആ മകനും മകളും നമ്മിലേക്ക് തിരിച്ചു വരുമ്പോൾ നേരെ നിൽക്കാൻ പോലും കഴിയാത്ത മയക്കുമരുന്നിന്റെ അടിമകളായിത്തീരുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ കുട്ടിക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്, ഈ സമൂഹത്തിനുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്, കുടുംബത്തിനുണ്ട്, വീട്ടുകാർക്കുണ്ട്. കാരണം അവൻ അവിടെ ചേർത്തതിന് ശേഷം അവൻ എവിടെയാണ്, അവന്റെ സുഹൃത്തുക്കൾ ആരാണ്, അവന്റെ കൂട്ടുകാരാണ്, അവൻ എന്തെല്ലാം കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത് എന്ന നിരന്തരമായ നിരീക്ഷണം നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതൊന്നുമില്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോൾ അധമന്മാരിൽ അധമന്മാരായി തീരുന്നു എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും ഉത്തമമായ നല്ല ഘടനയോടുകൂടിയാണ്. എന്നാൽ വറദദ്നാഹു അസ്ഫല സാഫിലീൻ, അവർ അധമന്മാരായി തീരുകയും ചെയ്യുന്നു. നോക്കൂ, നമ്മൾ മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞാൽ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. അവർക്ക് കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, കാതുണ്ടായിട്ടും കേൾക്കുന്നില്ല, ബുദ്ധി ഉണ്ടായിട്ടും ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഭൗതികമായി അറിവ് നേടാനുള്ള കാഴ്ചയോ കേൾവിശക്തിയോ ബുദ്ധിശക്തിയോ ചിന്താശക്തിയോ ഇല്ലാത്തത് കൊണ്ടല്ല, അതിനെ നേരായ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ സന്നദ്ധമാകാതെ വരുമ്പോൾ അതിലൂടെ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ, അവൻ മൃഗത്തെ പോലെയാണ്, അല്ല അതിനേക്കാൾ മോശമാകുന്നു എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളും പേരും ഒരിക്കലും അങ്ങനെ ആവരുത്. അവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. അങ്ങനെ ആവാതിരിക്കാനുള്ള മാർഗം എന്താണ്? അവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഭൗതികമായ ജ്ഞാനം പകർന്നു കൊടുക്കുക മാത്രമല്ല, അതോടൊപ്പം അവരിൽ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റങ്ങളും നല്ല സമീപനങ്ങളും ഉണ്ടായിത്തീരുന്ന രൂപത്തിൽ അതിനുള്ള തുടർ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായ ശ്രദ്ധയും വേണ്ട രൂപത്തിലുള്ള നിരീക്ഷണവും നിരന്തരമായി നമ്മുടെ ഭാഗത്തുണ്ടാവണം എന്നുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൊണ്ട് നമ്മുടെ കുട്ടികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ലഹരിയുടെ അടിമകളായി തീരാൻ, സോഷ്യൽ മീഡിയയിലൂടെ പല അപകടങ്ങളിലും എത്തിപ്പെടാൻ, എന്തിനേറെ പലതിനും അഡിക്റ്റായി തീരാനുള്ള ഒരുപാട് സാധ്യതകളും ചുറ്റുപാടുകളുമുണ്ട്. അങ്ങനെയുള്ള ലിബറൽ ചിന്താഗതികൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ ഉള്ളത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികളെ കലാലയങ്ങളിൽ ചേർക്കുമ്പോഴും അവരെ പഠിപ്പിക്കുമ്പോഴും അവർ പഠനം തുടരുമ്പോഴും അവരുമായി ബന്ധപ്പെട്ട മുഴുവൻ കൂട്ടുകെട്ടുകളും സാഹചര്യങ്ങളും എല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷ്മതാബോധത്തോടു കൂടി മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മുടെ മക്കൾ നല്ലവരായി തീരാൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാതു ഉസീകും വഇയ്യാ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് അങ്ങേയറ്റം തഖ്വയോടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അപ്പോൾ വിജ്ഞാനം എന്നുള്ളത് അത് നേടിയെടുക്കുന്നതോടുകൂടി നമ്മുടെ മക്കൾ, ഭാവി തലമുറ, ഈ രാജ്യത്തിന് നേതൃത്വം നൽകേണ്ടവർ എല്ലാ അർത്ഥത്തിലും ഈ ഏറ്റവും വലിയ മാനവ വിഭവശേഷിയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ചുകൊണ്ട് അവർക്ക് മാർഗദർശനം നൽകാനും വഴി കാണിക്കാനും അവരെ വേണ്ട രൂപത്തിൽ തിരിച്ചുവിടാനും നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരുപാട് നല്ല ശീലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഓരോന്നിനും നൽകിയിരിക്കുന്ന പ്രാധാന്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടായി, നീ വായിക്കുക എന്ന ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഖുർആൻ അവതീർണമായത്. അപ്പോൾ വായന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് നമ്മുടെ തലമുറയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വായനാശീലം. അതുകൊണ്ട് കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കുവാൻ, അത് നല്ലത് വായിക്കുവാൻ, നല്ല കഥകൾ, നല്ല ചരിത്ര സംഭവങ്ങൾ, അല്ലെങ്കിൽ നല്ല പുസ്തകങ്ങൾ, നല്ലത് വായിക്കാനും നല്ലത് ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ അവരെ നമ്മൾ ആ നിലക്കുള്ള പരിശീലനം നൽകണം. അതുപോലെ ഇസ്ലാം അത്തുഹൂറു ഷത്തുറുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ പകുതിയാകുന്നു ശുചിത്വം എന്നതാണ്. അപ്പോൾ ചെറുപ്പത്തിലേ നമ്മുടെ കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ഗുണവിശേഷമാണ് ശുചിത്വബോധം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമയം. ആ സമയം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ
ഈ ഖുത്ബ ആരംഭിച്ചതിന് ശേഷം 20 മിനിറ്റ് 25 മിനിറ്റ് പിന്നിട്ട് കഴിഞ്ഞു. നമുക്ക് യഥാർത്ഥത്തിൽ ഒരിക്കലും ആ കഴിഞ്ഞു പോയ 25 മിനിറ്റ് തിരിച്ചു പിടിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അത് ഉറപ്പാണ്. അത് നമുക്കിനി തിരിച്ചു വരില്ല. എവിടെ നമ്മൾ പരിശോധിച്ചാലും അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളിൽ ഈ ഒരു സമയബോധം, ഇന്ന് പല കുട്ടികളും അവർ സോഷ്യൽ മീഡിയയിലായിട്ടും മറ്റുപോലുള്ള കാര്യങ്ങളിലായിട്ട് അനാവശ്യമായി സമയം നഷ്ടപ്പെടുത്തുകയാണ്. ക്രിയാത്മകമായി പ്രയോജനകരമായി സമയത്തെ ഉപയോഗപ്പെടുത്തുവാൻ അവർക്കാവശ്യമായിരിക്കുന്ന പരിശീലനം നമ്മൾ കൊടുക്കണം. അതുപോലെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവുക. ഇതും കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ വളർത്തിയെടുക്കുമ്പോൾ അപ്പോൾ തന്നെ സമയലാഭവും ഉണ്ടാവും. പുസ്തകം വെക്കേണ്ടയിടത്ത് വെക്കാൻ, വസ്ത്രങ്ങൾ വെക്കേണ്ടയിടത്ത് വെക്കാൻ, അതുപോലെ വീട്ടിൽ ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടി നിർവഹിക്കാൻ അങ്ങനെ നമുക്ക് സാധിച്ചാൽ അനാവശ്യമായി നമ്മൾ പലതും തിരഞ്ഞ്, ചിലപ്പോൾ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പെന്നും തിരഞ്ഞ് മണിക്കൂറുകൾ നഷ്ടപ്പെടുന്ന ആളുകളെ പോലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു കൃത്യമായ അടുക്കും ചിട്ടയും കുട്ടികളിൽ വളർത്തിയെടുക്കുക, ശീലിപ്പിക്കുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സേവന സന്നദ്ധത. കേവലം ഒരേ അറിവ് നേടി കുറേ A+ ഉള്ള ഫുൾ A+ നേടി എന്ന് അഭിമാനിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് മാത്രം സമൂഹത്തിന് ഗുണമുണ്ടാവില്ല. അവൻ സേവന സന്നദ്ധനായിരിക്കണം. ഏതെല്ലാം നിലക്ക് അവനിലെ ദീനാനുകമ്പ വളർത്തിയെടുക്കുവാൻ, അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തുവാൻ, സാമൂഹ്യമായ പ്രവർത്തനങ്ങളുമായി ഇടപെടുവാൻ അതിനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് കലാലയങ്ങളിൽ തന്നെയുള്ള പല സംവിധാനങ്ങളുമുണ്ട്. JRC, NCC, SPC അങ്ങനെ തുടങ്ങി ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള നല്ല ഗുണങ്ങൾ അവരിൽ ഉണ്ടാകും എന്ന് മാത്രമല്ല, മാർക്ക് നേടാൻ പോലും ഭൗതികമായി പോലും നേട്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ ചേർക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളിലും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അവരെ ബന്ധപ്പെടുത്തിയെടുക്കുക എന്നുള്ളതുമൊക്കെ നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം മതപരമായ ജ്ഞാനം നേടാൻ ഇത് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആകണം, IAS കാരനാകണം, IPS കാരനാകണം എന്നൊക്കെ പറയുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എൻ്റെ മകൻ ഒരു മതപണ്ഡിതനാകണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്ന എത്ര ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും? ഒരു പക്ഷേ ഒറ്റപ്പെട്ട ആളുകൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാകുന്നതോടൊപ്പം മതപരമായ കാര്യങ്ങളിൽ അവഗാഹം നേടിയിരിക്കുന്ന, ഖുർആൻ പറഞ്ഞതുപോലെ ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ എന്ന് പറഞ്ഞിരിക്കുന്ന, മതത്തിൽ അവഗാഹം നേടിയിരിക്കുന്ന, ആ അറിവ് നേടിയിട്ട് മതപണ്ഡിതന്മാരായി തീരുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. ആത്മീയമായ വെളിച്ചം നാളെ ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുവാൻ. അതുകൊണ്ട് നമ്മുടെ മക്കളെ ആ നിലക്ക് പഠിപ്പിക്കുവാനുള്ള ചിന്തയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു അധ്യയന വർഷത്തെ നല്ല നിലക്ക് സ്വീകരിക്കുവാനും നാളെ ഗുണപരമായി തീരുവാനും നമ്മുടെ മക്കൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഈ ലോകത്തും നാളെ പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളായി തീരുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഇത്തരം സാമ്പത്തിക പ്രയാസം കൊണ്ട് പഠനം മുടങ്ങുന്ന പല ആളുകളുമുണ്ട്. അവർക്ക് എന്തെല്ലാം സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കും? പഠനോപകരണങ്ങൾ വേണ്ടവരുണ്ടാവും, ഫീസ് കൊടുക്കാൻ പണം വേണ്ടവരുണ്ടാവും, ചിലർക്ക് ഈ സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാവും. അവർക്കൊരു നല്ല കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതിയാകും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടിയാൽ മതിയാകും. അതൊക്കെ നമ്മുടെ സേവന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ധാരാളം സേവന പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകണം. നമ്മുടെ പള്ളി കമ്മിറ്റി പ്രത്യേകമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പള്ളി കളക്ഷൻ അതിനുവേണ്ടിയാണ് ഉപയോഗപ്പെടുന്നത്. വളരെ പാവപ്പെട്ടിരിക്കുന്ന, അർഹരായിരിക്കുന്ന, ഭിന്നശേഷിക്കാരായിരിക്കുന്ന ഒക്കെ ആളുകൾക്ക് പ്രത്യേക പഠന സംവിധാനം ഒരുക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് ഇന്നത്തെ കളക്ഷൻ. അതിൽ നമ്മുടെ സഹകരണം ഉണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കൾ നല്ലവരായി തീരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പഠനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മോട് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന, റബ്ബി സിദ്ദിനി ഇൽമ, നാഥ എൻ്റെ അറിവ് നീ വർദ്ധിപ്പിച്ചു തരണമേ എന്നതാണ്. പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, എനിക്ക് പ്രയോജനകരമായ ജ്ഞാനം നൽകണമേ എന്നതാണ്. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹപ്രവർത്തകൻ്റെ മാതാവ് രോഗം കാരണം പ്രയാസപ്പെടുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ രോഗം അള്ളാഹു ഷിഫിയാക്കി കൊടുക്കുകയും ആശ്വാസം നൽകുകയും ചെയ്യുമാറാകട്ടെ. മറ്റൊട്ടനവധി സഹോദരി സഹോദരങ്ങൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. നമ്മളോട് വസിയത്ത് ചെയ്തവരും അല്ലാത്തവരുമുണ്ട്. അവർക്കെല്ലാം അള്ളാഹു രോഗം ഷിഫിയാക്കുകയും ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ, മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നാഥ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവരുടെ ബർസഖയായ ജീവിതം സന്തോഷകരമായി കൊടുക്കണമേ റബ്ബേ. പടച്ച തമ്പുരാനെ, നമ്മുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സമാധാനം നിലനിൽക്കാൻ നീ അനുഗ്രഹിക്കണമേ. യുദ്ധവുമായി ബന്ധപ്പെട്ട ഭീതിയും അതുപോലുള്ള മനുഷ്യർക്കിടയിലുള്ള വിഭാഗീയതകളും പൂർണ്ണമായി ഇല്ലാതായി തീരാൻ നീ തൗഫീഖ് ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا اللهم احينا للكتاب والسنة
اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب زدنا علما رب زدنا علما رب زدنا علما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.